അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പഴച്ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഇതിനെ ചതുരപ്പുളി, നക്ഷത്രപ്പുളി എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാണപ്പെടുന്ന ഒരു ചെടിയാണ് സ്റ്റാർ ഫ്രൂട്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പഴച്ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഇതിനെ ചതുരപ്പുളി, നക്ഷത്രപ്പുളി എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാണപ്പെടുന്ന ഒരു ചെടിയാണ് സ്റ്റാർ ഫ്രൂട്ട്, അഥവാ ക്യാരംബോള എന്ന് ഇതിനെ അറിയപ്പെടും. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. കണ്ടില്ലേ? ഇതിലൂടെ ഇച്ചിരി വലുതാകും കേട്ടോ, നല്ലപോലെ ഉണ്ടാകും, നിറച്ചുണ്ടാകുന്ന സാധനമാണ് സ്റ്റാർ ഫ്രൂട്ട്. ഇതിന് ഈ പേര് വരാൻ കാരണം ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ അകം ഇരിക്കുന്നത്. നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? സ്റ്റാർ കൂട്ടാണ് അതിൻ്റെ അകം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വലിയൊരു മധുരമൊന്നുമല്ല, പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു ചവർപ്പ് കൊണ്ട് പിന്നെ നമ്മളെ ഈ ചുണ്ടയിലുമെല്ലാം നാക്കിലുമെല്ലാം ഒരു കറയും പറ്റിപ്പിടിക്കും ഇതിൻ്റെ. അപ്പം എനിക്കിത് തീരെ ഇഷ്ടമല്ല, സത്യം പറഞ്ഞാൽ. വീട്ടുകാർക്കാണെങ്കിലും ഇവിടെ ഇഷ്ടമല്ല. ഇതിവിടെ വെറുതെ നിന്ന് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നിന്നാണ്. ഹോം ഗ്രൗണ്ടിൽ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പേര് സ്റ്റാർ ഫ്രൂട്ട് എന്നായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പം കുറേ നാളെ ഞാൻ നോക്കുമ്പോൾ അത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടായി. പിന്നെ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ അത് ക്യാരംബോളയായി. പിന്നെ ഇപ്പം നോക്കുമ്പോൾ സ്വീറ്റ് ക്യാരംബോളയായി. ഇങ്ങനെ പല പേരിൽ ഇങ്ങനെ ഇത് തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ടേസ്റ്റി ആയിട്ടൊന്നുള്ളൊരു സാധനമൊന്നുമല്ല. പക്ഷേ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ കണ്ടു കുറേ പേര് പറയുന്നത് കേട്ടു ഇത് നല്ല സാധനമാണ് എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു നഴ്സറി ചെന്നപ്പം അവിടെ ക്യാരംബോള B17 സംതിങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി, പുതിയൊരു വെറൈറ്റി കണ്ടു. പക്ഷേ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനേക്കാളും എന്തായാലും മച്ച് ബെറ്ററാണത്. അപ്പം വാങ്ങിക്കുകയാണെങ്കിൽ ഇത് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ പുതിയ വെറൈറ്റി വെക്കുക. പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ക്യാരംബോള B11 സംതിങ് ഒരു പേരാണ്. അപ്പം പുള്ളിയും പറഞ്ഞു, നേഴ്സറിക്കാരനും പറഞ്ഞു, ഇത് പണ്ടത്തെ വെറൈറ്റി ആണെങ്കിൽ ഒരു ചവർപ്പൊക്കെ ഉണ്ടായിരിക്കും, കഴിക്കാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ നല്ല രുചിയാണ്. ഞാൻ പേഴ്സണലി അത് ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് കുഴപ്പമില്ല, ഒരു ആവറേജ് ഫ്രൂട്ടായിട്ടൊക്കെ തന്നെ അനുഭവപ്പെട്ടത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് കുറച്ച് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് അച്ചാറിടാനും മെയിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമായി സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഓക്സാലിക് ആസിഡും ക്യാരംബോക്സിനും എന്ന് പറയുന്നൊരു സാധനം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഡിസീസ് ഉള്ളവർക്കൊക്കെ ഇത് ഇച്ചിരി അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവരിത് സൂക്ഷിച്ച് കഴിക്കണം. ഇതിപ്പോൾ നമ്മളിത് കഴിച്ചിട്ടിപ്പം കുറച്ച് നേരമായി. നാക്കിലും പല്ലിലും എല്ലാം ഒരു കറ പോലത്തെ സാധനം നല്ലതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളെ വീഡിയോക്കകത്തല്ലേ നമ്മൾ ആരെങ്കിലും കൊണ്ടൊക്കെ റിവ്യൂ പറയിക്കുമായിരുന്നു, വീട്ടുകാരെ കൊണ്ട്. പക്ഷേ റിവ്യൂ പറയാൻ പോലും അവർ വരത്തില്ല. കാരണം ഇതുകൊണ്ടാണ്, നാക്കിലെല്ലാം കറ പറ്റും. ഭയങ്കര ഇറിറ്റേഷനാണത്. ഇത് പക്ഷേ നമ്മളിവിടെ കായ്ച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്, കുറേ ഉണ്ടാവും. ഞാനിതിപ്പോൾ ഇത് പ്രൂണൊന്നും ചെയ്തിട്ടില്ല. ഞാനിത് വെട്ടിക്കളയാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. എന്തെങ്കിലും നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് കിട്ടുവാണെങ്കിൽ ഇത് മാറ്റി നമ്മളത് വെക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ തന്നെ ഞാനൊരു ഞങ്കടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെട്ടിക്കളയുവാണെങ്കിൽ അത് ഇച്ചിരി വളരാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പല പേരിലും ഇതൊക്കെ അറിയപ്പെടും. പക്ഷേ നല്ല വെറൈറ്റി നോക്കി വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ തന്നെ. ഇത് ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിച്ച സാധനം തന്നെയാണ് കേട്ടോ, വേറെ ഒന്നും വാങ്ങിച്ചാൽ ഹോം ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച സാധനമാണ് സ്റ്റാർ ഫ്രൂട്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ ജെന്യൂൻ റിവ്യൂ. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം, ബാക്കിയുള്ളവർക്ക് കൂടെ ഗുണം ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പം ബൈ.